എത്ര വലിയ കറുപ്പും സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റി സ്കിൻ വെളുപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. പാക്ക് തയ്യാറാക്കാൻ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂണോളം ഉലുവയുണ്ട്. അതൊരു ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് 4 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചതാണ്. അതിൽ നിന്ന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂണോളമാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന അയൺ, സിങ്ക് കൂടാതെ തന്നെ വിറ്റാമിൻസ് ഒക്കെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഉപ്പിടാതെ വേവിച്ച ചോറ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റോസ് വാട്ടർ ചേർത്തിട്ടാണ് ഇത് നല്ല മഷി രീതിയിൽ അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ച് എടുക്കാം കേട്ടോ. എന്തായാലും ഞാനിത് അരച്ചെടുത്തോണ്ട് വരട്ടെ. അങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ആ ഒരു തരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം അത്രയും വേണ്ട, അതിൽ നിന്ന് നമുക്ക് കുറച്ച് മതിയാകും. അതായത് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ആ അരച്ചത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഇനി ഇതിലേക്ക് അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവിൻ്റെ പൊടി ഡെഡ് സ്കിൻ ഇല്ലാതാക്കാനും സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായിട്ടും സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ആണ് ചേർക്കുന്നത്. അത് 1/2 ടേബിൾ സ്പൂണാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ടിട്ടുള്ള ഒരു മാറ്റമൊക്കെ കാണിക്കാം. നമ്മുടെ പാക്ക് കുറച്ചെടുത്ത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പാക്ക് ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, ഒരു ഭാഗത്ത് മാത്രമാണ് ഇടുന്നത്. മാറ്റം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഭാഗത്ത് ഇടുന്നത്. എന്തായാലും നമുക്ക് 3 മിനിറ്റിന് ശേഷം കാണാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, സ്കിന്നിൽ നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും അധികം നേരം വെക്കാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കും. അപ്പം നമുക്ക് ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റ് മാത്രം മതിയാകും. 3 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് തുടയ്ക്കുന്നത്. തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ കണ്ടോ? സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആകും. സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കവും വെക്കുന്നത് കാണാം. എന്തായാലും കൂട്ടുകാരെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ മുഖവും കൈയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസവും കണ്ടോ?